സുപ്രീം കോടതി വിധിയെ രാജ്യത്തെ മുസ്ലിങ്ങളിൽ ഭൂരിപക്ഷം പേരും സ്വാഗതം ചെയ്തു. അത് ഒറ്റ കാരണത്തിൻ്റെ പേരിലാണ്. ഇതോടുകൂടി രാജ്യത്തെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കട്ടെ എന്ന് കരുതി മാത്രമാണ്. അതിൽ നീതിയുണ്ടോ എന്നല്ല അവർ നോക്കിയത്, മറിച്ച് രാജ്യത്തിൻ്റെ സമാധാനത്തിനെ മാത്രമാണ് അവർ മുന്നിൽ കണ്ടത്. പക്ഷേ ഇപ്പോഴെന്താണ് അവസ്ഥ? സുപ്രീം കോടതിയുടെ വിധി വന്നതിന് ശേഷവും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് രാജ്യത്ത് സംഘപരിവാർ. VHP കേന്ദ്രത്തോട് ആവശ്യപ്പെടുകയാണ്, അയോധ്യയിൽ ഇനി നിർമ്മിക്കുന്ന മുസ്ലിം ആരാധനാലയത്തിന് ബാബരി എന്ന പേര് നൽകാൻ പാടില്ല എന്ന് ആവശ്യപ്പെട്ടത് VHPയുടെ വക്താവായിട്ടുള്ള ശരത് ശർമ്മയാണ്. മറിച്ച് അവർ പറയുന്നു, ഞങ്ങൾ ചില പേരുകൾ നിർദ്ദേശിക്കാം, ആ പേരുകൾ നൽകണമെന്ന്. സുപ്രീം കോടതിയുടെ വിധി വന്നതിന് ശേഷം സമാധാനപരമായി മുന്നോട്ട് പോകാമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിം ജനതയ്ക്കിടയിലേക്ക് വർഗീയ വിദ്വേഷം പരത്തുകയല്ലേ സംഘപരിവാർ സംഘടനയായിട്ടുള്ള VHP. അല്ലാതെ എന്താണ് ഈ വിഷയത്തെ മുന്നിൽ നിർത്തി നമ്മൾ പറയേണ്ട കാര്യം? എന്തിനാണ് ഇങ്ങനെ പ്രകോപനപരമായിട്ട് മുന്നോട്ട് പോകുന്നത്? അയോധ്യയിലെ തർക്കഭൂമി വിഷയം അവസാനിച്ചതോടുകൂടി ഇവർക്കാകെ വല്ലാത്ത ഒരു അസുഖം ബാധിച്ചിരിക്കുകയാണ്. ഇനി എന്ത് പറഞ്ഞിട്ട് വർഗീയ കലാപങ്ങൾ, വർഗീയ അന്തരീക്ഷങ്ങൾ സൃഷ്ടിക്കുമെന്ന വലിയ തലച്ചൂടിലാണ് ഇവർ. അതവിടെ കിടക്കട്ടെ. അത് കഴിഞ്ഞ് ഏഷ്യാനെറ്റ് ന്യൂസ് ഇന്ന് പുറത്തുവിട്ട ഒരു കാര്യമുണ്ട്. അയോധ്യയിലെ മേയറായിട്ടുള്ള ഋഷികേശ് ഉപാധ്യയോട് ഏഷ്യാനെറ്റ് ന്യൂസ് ചോദിക്കുന്നു, എന്താണ് ഇനിയുള്ള തുടർ നടപടികൾ? ഉടൻ തന്നെ അയോധ്യയിലെ മേയറായിട്ടുള്ള ഋഷികേശ് ഉപാധ്യ പറയുന്നു, 67 ഏക്കർ ഭൂമിയുടെ 7 അയലത്ത് പോലും മുസ്ലിം ആരാധനാലയം ഉണ്ടാകാൻ പാടില്ല എന്ന്. നിലവിൽ തർക്കഭൂമി എന്ന് പറയുന്നത് 2.77 ഏക്കറാണ്. ഇവിടെയാണ് ക്ഷേത്രം പണിയാനുള്ള അനുമതി സുപ്രീം കോടതി നൽകിയിട്ടുള്ളത്. പക്ഷേ അയോധ്യയിലെ മേയറായിട്ടുള്ള ഋഷികേശ് ഉപാധ്യ പറയുന്നത് 67 ഏക്കറിന്റെ 7 അയലത്ത് പോലും മുസ്ലിം ആരാധനാലയം ഉണ്ടാകാൻ പാടില്ല. ഒറ്റ ചോദ്യമാണ്, രാജ്യത്തെ നിയമവ്യവസ്ഥകളോട് ചോദിക്കുന്ന ഒറ്റ ചോദ്യം, എവിടെയാണ് മുസ്ലിങ്ങൾക്ക് നീതി ലഭിച്ചിട്ടുള്ളത്? സുപ്രീം കോടതിയുടെ വിധിയെപ്പോലും, പരമോന്നത നീതിപീഠത്തിന്റെ വിധിയെപ്പോലും ചോദ്യം ചെയ്ത് മുന്നോട്ട് വരുന്ന സംഘപരിവാറിന്റെ നേർസാക്ഷ്യമല്ലേ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളത്. അയോധ്യയിൽ മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സ്ഥലത്ത് പള്ളി പണിയാനുള്ള അനുമതി സർക്കാർ നൽകണമെന്നും സർക്കാർ ഭൂമി കണ്ടെത്തി നൽകണമെന്നും പറഞ്ഞ സുപ്രീം കോടതി വിധിയെ ചോദ്യം ചെയ്യുകയല്ലേ അയോധ്യയിലെ മേയറായിട്ടുള്ള ഋഷികേശ് ഉപാധ്യയും VHPയും. ഏത് രീതിയിലുള്ള നിയമ നടപടിയാണ് ഇവർക്ക് മേലിൽ ഉണ്ടാവുക? പരമോന്നത നീതിപീഠത്തിന്റെ വിധിയെ പരസ്യമായി ചോദ്യം ചെയ്ത് മുന്നോട്ട് വരുന്നത് വർഗീയ കലാപത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. ഇനിയും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകണം. പക്ഷേ രാജ്യത്തെ മുസ്ലിങ്ങൾ ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടെടുത്തിരിക്കുകയാണ്. ഇനി ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാനില്ല എന്ന് തന്നെയാണ് മുസ്ലിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഇനി ഒരു പ്രശ്നം വേണ്ട. ഹൈന്ദവരും മുസ്ലിങ്ങളും തോളോട് തോള് ചേർന്ന് നിന്ന് നമ്മുടെ രാജ്യത്ത് മുന്നോട്ട് പോകട്ടെ. പക്ഷേ ഇപ്പോഴും പ്രശ്നം ഉണ്ടാക്കാൻ താല്പര്യപ്പെടുന്ന ആളുകൾ, ഇവരുടെ തനിനിറം ഇനിയെങ്കിലും നല്ലവരായിട്ടുള്ള ഹൈന്ദവ വിശ്വാസികൾ തിരിച്ചറിയണം. വിധി വന്നതിന് മണിക്കൂറുകൾക്ക് ശേഷം RSS നേതാവായിട്ടുള്ള MG വൈദ്യം പറഞ്ഞു, 5 ഏക്കർ പരിസരത്ത് ഒരു മുസ്ലിം ആരാധനാലയം പോലും ഉണ്ടാകാൻ പാടില്ല എന്ന്. സുപ്രീം കോടതിയാണ് ഇവർ ചോദ്യം ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇവർക്കെതിരെ കേസെടുക്കുകയാണ് വേണ്ടത്. രാജ്യത്തിന്റെ സമാധാനത്തെ മുന്നിൽ നിർത്തി സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്തവർക്കുള്ള തിരിച്ചടിയാണ് ഇവരുടെ ഈ മഹാപ്രഖ്യാപനങ്ങൾ. എന്തായാലും മതേതരത്വ വിശ്വാസികൾ ഈ കപടമുഖങ്ങളെ തിരിച്ചറിയുക. നീതി ലഭിച്ചോ എന്നുള്ളതല്ല, രാജ്യത്തിന്റെ സമാധാനം തന്നെയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Podcast.